നമുക്കൊരു കഥ കേട്ടാലോ? ഉച്ചഭക്ഷണത്തിന് മീനില്ലാത്തതിൻ്റെ പേരിൽ ഷബീബ് ചോറ്റുപാത്രം പുറം കൈകൊണ്ട് തട്ടി നീക്കി. 3-ാം ക്ലാസ്സുകാരിയായ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് പറഞ്ഞു തന്ന കഥയുടെ ഒരല്പഭാഗമാണ് നിങ്ങൾ കേട്ടത്. നമ്മുടെ മക്കൾ വിദ്യാഭ്യാസ രംഗത്ത് 2-3 ക്ലാസ്സുകൾ കഴിയുമ്പോഴേക്ക് അവരുടെ അടിസ്ഥാനം ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കണം. അഥവാ മാതൃഭാഷയിൽ എന്ത് ലഭിച്ചാലും അത് പരിപൂർണമായി വായിച്ച് പരിപൂർണമായി അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയണം. മറ്റുള്ള ലാംഗ്വേജുകൾ ക്ലിയറായി വായിക്കാനും 70-80% അതിൽ നിന്ന് സ്വയം ആശയം ഉൾക്കൊള്ളാനും കഴിയണം. അങ്ങനെ ആകുമ്പോഴാണ് ഹയർ ക്ലാസ്സുകളിൽ അവർക്ക് പഠിപ്പിക്കപ്പെടുന്ന കോമൺ പ്രിൻസിപ്പിൾസ് പഠിച്ചെടുത്ത് അത് സാഹചര്യമനുസരിച്ച് ഉപയോഗിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവുറ്റ സ്റ്റുഡൻസായി അവർ മാറുന്നത്. ഇനിയാണ് എൻ്റെ സ്റ്റുഡൻറ്റ് പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. നന്മച്ചപ്പ് കഥാകാടുകൾ, ഇതിലെ ഒരു കഥയാണ് ആ മോള് എനിക്ക് പറഞ്ഞു തന്നത്. വളരെ നോർമലായി ഫൗണ്ടേഷണൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതൃഭാഷയിൽ കഴിവ് വളർത്താനും നല്ല ഗുണങ്ങൾ സ്വയം സമ്പാദിക്കാനും വായിച്ച് മനസ്സിലാക്കാനും കഴിയുന്ന 30 കഥകളാണ് ഈ പ്രൊഡക്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മക്കളുടെ റീഡിംഗ് എബിലിറ്റി മെച്ചപ്പെടുത്താൻ ഇതിൻ്റെ ഉപയോഗം ഉപകാരപ്പെടുമെന്ന് എൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 299 രൂപ വില വരുന്ന നന്മച്ചപ്പ് പ്രത്യേക ഡിസ്കൗണ്ടോടു കൂടെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന കോഡ് ഉപയോഗപ്പെടുത്തി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, ഡിസംബർ 26-ന് ഈ കഥകൾ അടിസ്ഥാനമാക്കി പ്രസാധകർ നടത്തുന്ന ക്യാഷ് പ്രൈസോടു കൂടെയുള്ള ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. എന്നെ ഫോളോ ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടെ കൂടുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഈ പ്രോഡക്റ്റ് തികച്ചും സൗജന്യമായി വീട്ടിലെത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഉപയോഗപ്പെടുത്തുക.